നമുക്കറിയാം ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നമ്മളുടെ പഠിക്കാനുള്ള കാര്യങ്ങൾ കൂടി വരികയാണല്ലേ. അതായത് ഡിഫിക്കൽട്ടി ലെവൽ എല്ലാ സബ്ജക്റ്റിലും കൂടി വരികയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൂടി മാറി, ഇനി എങ്ങനെ അല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്കറിയാം കൃത്യമായിട്ട് സൈലം പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന കുട്ടികൾ ആലോചിക്കും, മിസ്സേ ഞങ്ങൾക്കില്ലേ, ഞങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കാണ് സ്കൂളിൽ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സുകൾക്കൊക്കെ എന്ത് ചെയ്യും അല്ലേ. 8 CBSEയിൽ പൊതുവേ നമുക്കറിയാം മാത്സ് ആണ് പറയുന്നത്. എല്ലാം പുതിയതാണ് നിങ്ങൾക്ക്. അത് ഓൾഡ് സിലബസ് ആയാലും പുതിയ സിലബസ് ആയാലും എല്ലാം നിങ്ങൾ പുതിയതായിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പോൾ ഈ പഴയ സിലബസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ട കണ്ടന്റുകൾ കൃത്യമായ ക്ലാസ്സുകളിലൂടെ നമ്മുടെ സൈലം യോധ ബാച്ചിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഒരാളെയും സൈലം കൈവിടുന്നില്ല. പ്രോപ്പറായിട്ട് എങ്ങനെ പഠിക്കണം, ഫസ്റ്റ് മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് പഴയ സിലബസ് ആയിക്കോട്ടെ പുതിയ സിലബസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും സൈലത്തിൻ്റെ യോധ ബാച്ചിലൂടെ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ യോധ ബാച്ചിലുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, പേർ വീഡിയോസ് ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് 8th CBSEയിൽ ഉഗ്രൻ മാർക്ക് വാങ്ങാൻ വേണ്ടി എല്ലാ സഹായങ്ങളും നമ്മുടെ യോധ ബാച്ചിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വേഗം തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കുക. ആരും തന്നെ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയാണ് സൈലം ഇപ്പോൾ സെപ്പറേറ്റ് 2 ബാച്ചസ് ആയിട്ട് റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ചാൻസ് മാക്സിമം യൂസ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ വെച്ച് കാണാം ഇനി.